വാ, നമുക്കേ സാംസ്കാരിക തലസ്ഥാനത്ത് നിന്ന് തലസ്ഥാന നഗരിയിലേക്കൊരു യാത്ര നടത്തിയാലോ? ഓ, തിരുവനന്തപുരം ഞങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ട് കേട്ടാ എന്നല്ലേ പറയാൻ വരുന്നത്? അതെനിക്ക് അറിയാട്ടോ ഇഷ്ടാ. പിന്നെ വേറൊരു കാര്യം പറയാനാണ് വന്നത്. കുറേ വർഷത്തിന് ശേഷമാണ് ഞാൻ 2 ദിവസം അടുപ്പിച്ച് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത്. എൻ്റെ പുതിയ കൂട്ടുകാരൻ ഫുഡ് അലർജിനെയും കൊണ്ട്. ഭയങ്കര ചാലഞ്ചിങ് ആണ് കേട്ടോ അത്. കേൾക്കുന്നത്ര രസമൊന്നും അതിനില്ല. പിന്നെ ഇവിടുന്ന് ഏറ്റവും വലിയ ബാഗും കൊണ്ടുപോയത് ഞാനാണ്. 2 ദിവസത്തേക്കുള്ള ഫുൾ ഫുഡ് ഉണ്ടായിരുന്നതിൽ. ചില ആളുകളൊക്കെ എന്നോട് പറയുമായിരുന്നേ, യാത്ര ചെയ്യുമ്പോൾ എന്താ കുഴപ്പം, അതുണ്ടാക്കിക്കൊണ്ടുപോകും ഇതുണ്ടാക്കിക്കൊണ്ടുപോകും ചീത്തയാവില്ല എന്നൊക്കെ. പക്ഷേ ഇവർ തന്നെ പിന്നീട് പലപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട്, വീട്ടിലേക്ക് തന്നെ 3 നേരം ആരെങ്കിലും ഫുഡ് മേടിച്ച് തരികയാണെങ്കിൽ അത്രയും സുഖമായിന്ന്. അപ്പോൾ പല കാര്യങ്ങളും അങ്ങനെയാണ്. നമുക്ക് പറയാനൊക്കെ ഭയങ്കര എളുപ്പമായിരിക്കും, പ്രാക്ടിക്കലാക്കാനാണ് ബുദ്ധിമുട്ട്. ഇപ്പം നീ എന്തിനാ ഞങ്ങളോട് ഇതൊക്കെ പറയുന്നത്? ഞങ്ങൾ ആരെങ്കിലും ആണോ ഇതിന് കാരണം, അല്ലെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ എന്നൊക്കെ ചോദിക്കുന്നതിന് മുമ്പ് ചൂടാവല്ലേ. ഞാനൊരു കാര്യം പറയട്ടെ. നമുക്ക് ചുറ്റും ഒരുപാട് ആളുകളുണ്ട്, അല്ലെങ്കിൽ നമ്മളിൽ തന്നെ പലരും ഉണ്ട്, ഓരോരോ കാരണങ്ങൾ എക്സ്ക്യൂസസ് കണ്ടെത്തി നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ മാറ്റി വയ്ക്കുന്നവർ. അപ്പോൾ ഇത്രയും വലിയൊരു ബാഗും ചോന്ന് ഈ 2 ദിവസത്തിനുള്ള ഫുഡ് മുഴുവനും കൊണ്ടുപോയി ഒരു യാത്ര പോയ എൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് കേൾക്കുന്ന ആർക്കെങ്കിലും മോട്ടിവേഷൻ ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ, കൂടാതെ എന്നെ ഒന്ന് ചാർജ് ചെയ്യാലോ ഇനിയും യാത്ര പോകാൻ.